സാറേ, അജയ് കുമാർ ഭല്ല മണിപ്പൂരിലെ പുതിയ ഗവർണറാകുന്നു. അപ്പോൾ മുൻ ആഭ്യന്തര സെക്രട്ടറിയെ ഇങ്ങനെ ഒരു ഗവർണർ പദവിയിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ കൃത്യമായ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവില്ലേ ഗവൺമെന്റിന്? ഉദ്ദേശമുണ്ട്. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് സൂചന, എന്നാണ് വിവരമുള്ള രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ അജയ് കുമാർ ഭല്ല ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ മണിപ്പൂരിലെ കലാപം കഴിഞ്ഞ കൊല്ലം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറ്റി കൃത്യമായ നല്ല ധാരണ ഉള്ള ആളാണ് അജയ് കുമാർ ഭല്ല. അപ്പോൾ മണിപ്പൂര് വൃത്തിയാക്കി എടുക്കുക എന്നുള്ള അമിത്ഷായുടെ ലക്ഷ്യത്തിൻ്റെ, അമിത്ഷായുടെ മാത്രമല്ല നരേന്ദ്രമോദിയുടെയും കൂടി ലക്ഷ്യം സാധിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് അജയ് കുമാർ ഭല്ല മണിപ്പൂരിലേക്ക് പോയിരിക്കുന്നത്. ഈ വണ്ടിയൊക്കെ ചീത്തയാകുമ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റുന്നത് പോലെ സംസ്ഥാനം ഒന്ന് ക്ലീൻ ചെയ്തിരിക്കണം അല്ലേ? മൊത്തം അതിന്റെ ഈ പറഞ്ഞ പോലെ സ്പെയർ പാർട്ടൊക്കെ മാറ്റി. ഇപ്പൊ ചൈനീസ് സ്പെയർ പാർട്ടൊക്കെ ആയിരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ സ്പെയർ പാർട്ടൊക്കെ തന്നെ വേണ്ടിവരും. നമ്മളുടെ ചർച്ച എന്താന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് വിട്ടു, ഇങ്ങോട്ട് ഇത്തരം ചർച്ചകൾ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഗൗരവമുള്ള ഗവർണർ നിയമനങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതാണ് ഈ ഭല്ലയെ, അജയ് കുമാർ ഭല്ലയെ അവിടെ നിയമിച്ചതിൻ്റെ ലക്ഷ്യം. അവിടെ ഇപ്പോ വലിയ പട്ടാളം അവിടെ എത്തിയിട്ടുണ്ട്, വലിയ സേന വിന്യാസം നടന്നിട്ടുണ്ട്. പിന്നെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് AFSPA ചില മേഖലകളിൽ നടപ്പായിട്ടുണ്ട്. ഈ പണം പിടിച്ചുപറി ഒക്കെ, എക്സ്റ്റോർഷൻ, അതൊക്കെ ഈ തീവ്രവാദികളൊക്കെ പല സ്ഥലത്തും നടത്തുന്നുണ്ട്. അവിടെ പുറത്തു നിന്നൊക്കെ ധാരാളം ആയുധങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് മണിപ്പൂർ നിൽക്കുന്നത്. അപ്പോൾ പഴയ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഒരു വിദഗ്ധനായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രതിസന്ധികളെ ധാരാളം തരണം ചെയ്ത് ശീലമുണ്ട് മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിന്. അപ്പോൾ 18 മാസത്തോളമായിട്ട് മണിപ്പൂരിൽ അക്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ സെക്കൻഡിലുമൊക്കെ എന്താ സംഭവിച്ചതെന്ന് ഈ അജയ് കുമാർ ഭല്ലയ്ക്ക് അറിയാം. 1.5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 250 പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 50,000 പേർക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട് മണിപ്പൂരിൽ. ഭല്ല 1984 ബാച്ചിലെ IAS കാരനാണ്. 1984 ബാച്ച് IAS. അസം മേഘാലയ കേഡറിലാണ്. IAS അസം മേഘാലയ കേഡർ തന്നെയാണ്. അപ്പോൾ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെ പറ്റി തന്നെ നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റിട്ടയർ ചെയ്തത്. മെയ് 3-ാം തീയതി, കഴിഞ്ഞ കൊല്ലം മെയ് 3-ാം തീയതിയാണ് അവിടെ കലാപം തുടങ്ങിയത് മണിപ്പൂരിൽ. അപ്പോൾ ഇദ്ദേഹം ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയ്ക്ക് ഇപ്പം മണിപ്പൂരിൻ്റെ ചുമതലയും കൂടി കൊടുത്തിരുന്നതാണ്. അധിക ചുമതല മാറ്റിയിട്ട് ഇപ്പോൾ ഒരു പൂർണ്ണ ഗവർണർ മണിപ്പൂരിന് വരികയാണ്. അങ്ങനത്തെ ഒരു പ്രാധാന്യവും ഈ നിയമനത്തിലുണ്ട്. അപ്പോൾ അമിത്ഷായുടെ ഒരു ടീമിൻ്റെ കയ്യിലാണ് ഇപ്പം മണിപ്പൂരിൻ്റെ നിയന്ത്രണം. ബിരേൻ സിംഗ് മുഖ്യമന്ത്രിയാണ് എന്ന് പറയാം, പക്ഷെ നിയന്ത്രണം വേറെ ആളുകളുടെ കയ്യിലാണ് ഇപ്പോൾ. DGP രാജീവ് കുമാർ സംസ്ഥാനത്തിൻ്റെ നിയമനമാണെന്ന് പറയാമെന്നേ ഉള്ളൂ, പക്ഷെ അമിത്ഷായുടെ ആണ് രാജീവ് കുമാർ. അവിടെ ഇപ്പോൾ ബിരേൻ സിംഗിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് ബിരേൻ സിംഗിൻ്റെ ആളാണെന്ന് പറയാം എന്നേ ഉള്ളൂ. ഒക്കെ അമിത്ഷായുടെ ആളുകളാണ്. കുൽദീപ് സിംഗ്, DGP രാജീവ് കുമാർ. പിന്നെ യൂണിഫൈഡ് കമാൻഡ്, അത് കുൽദീപ് സിംഗിൻ്റെ കീഴിലാണ്. അവിടുത്തെ എന്താണ് ഈ യൂണിഫൈഡ് കമാൻഡ് എന്ന് പറഞ്ഞാൽ മണിപ്പൂരിലെ ആ യൂണിഫൈഡ് കമാൻഡാണ് പോലീസുമായിട്ട് പട്ടാളവുമായിട്ട് അവിടെയുള്ള അസം റൈഫിൾസ് ആയിട്ട്
പിന്നെ സെൻട്രൽ ആംഡ് പോലീസ് സേനകളുണ്ടല്ലോ അതെ. അവിടെ, അവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ യൂണിഫൈഡ് കമാൻഡ്. അത് തൻ്റെ കീഴിലായിരിക്കണം എന്ന് ബിരേൻ സിംഗ് പറഞ്ഞുകൊണ്ടിരുന്നു. യൂണിഫൈഡ് കമാൻഡ് സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? ഇതൊക്കെ ഗവർണറുടെ അറിവോട് കൂടിയിട്ടായിരിക്കും നടക്കുക അല്ലേ? അപ്പോൾ ഗവർണറുടെ ഭരണമായിരിക്കും ബലത്തിൽ. അതെ, അവിടെ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ പോലും ഗവർണർ ആയിരിക്കും കാര്യങ്ങൾ ചിലപ്പം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ താമസിയാതെ ഈ പലർക്കും വേണ്ടാതായ ബിരേൻ സിംഗ് പോയി രാഷ്ട്രപതി ഭരണം തന്നെ അവിടെ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് പൂർണ്ണമായിട്ട് ഭരിക്കാം. മണിപ്പൂർ വൃത്തിയാക്കി എടുക്കണ്ടേ? അതെ, ശുദ്ധികലശത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഇങ്ങനെ ആണ് ഈ ഗവർണർ നിയമനത്തിൻ്റെ സൂചന എന്ന് നയതന്ത്രജ്ഞൻ KC സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഈ KC സിംഗിനെ മുമ്പൊരിക്കലും ഞാൻ അബുദാബിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്ഥാനപതിയായിരുന്നു KC സിംഗ്. ഒരു 4 നൂറ്റാണ്ട് മുമ്പ് ഈ ഇസ്രയേലിലേക്ക് പോകുന്ന വഴി ഈ അബുദാബിയിൽ KC സിംഗിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പത്രപ്രവർത്തകരുമൊക്കെ ആയിട്ട് പൊതുവെ നല്ല ബന്ധം ഉള്ള ആളാണ്. ഇടയ്ക്ക് KC സിംഗ് മലയാള മനോരമയിൽ എഴുതാറുമുണ്ട് ലേഖനങ്ങളൊക്കെ, അത്യാവശ്യം മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ KC സിംഗിനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഗവർണർ നിയമനത്തിൻ്റെ സൂചന അവിടെ രാഷ്ട്രപതി ഭരണം താമസിയാതെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുക്കികളും മെയ്തേകളും തമ്മിൽ ഒരു ചർച്ച ഈ അജയ് കുമാർ ഭല്ല നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ഈ അജയ് കുമാർ ഭല്ല ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, ജമ്മു കശ്മീർ അവിടുത്തെ ആർട്ടിക്കിൾ 370 അത് പിൻവലിക്കൽ, CAA പ്രക്ഷോഭം കൈകാര്യം ചെയ്തത് അദ്ദേഹമാണ്. പിന്നെ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപങ്ങളില്ലേ, മുസ്ലിം കലാപം, CAA പ്രക്ഷോഭമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കൈകാര്യം ചെയ്ത അദ്ദേഹമാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ കോവിഡ് കാലം അത് കൈകാര്യം ചെയ്തതും അജയ് കുമാർ ഭല്ല ആയിരുന്നു. ആ കോവിഡ് കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ഏജൻസികൾ കൂട്ടി യോജിപ്പിച്ച് പോകണമായിരുന്നല്ലോ. ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എത്ര കാലത്തേക്ക് എങ്ങനെ, റെയിൽ ഗതാഗതം എപ്പോഴെങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 24 മണിക്കൂർ പ്രവർത്തനമായിരുന്നു. മന്ത്രിമാർ തന്നെ, സഹമന്ത്രിമാരൊക്കെ തന്നെ എത്ര നേരം പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിക്കണം, ഇതൊക്കെ തീരുമാനിച്ചിരുന്ന ആളാണ് അജയ് കുമാർ ഭല്ല ആ കാലത്ത്. പിന്നെ മാവോയിസ്റ്റ് വേട്ട എന്ന് പറയുന്നില്ലേ, അതിൻ്റെയൊക്കെ കടിഞ്ഞാൺ അജയ് കുമാർ ഭല്ലയുടെ കയ്യിലായിരുന്നു. അപ്പം മാവോയിസ്റ്റുകളെയൊക്കെ അത്യാവശ്യം ഒതുക്കി നല്ല ശീലം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ മണിപ്പൂരിലും അത് സാധിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ് അജയ് കുമാർ ഭല്ല. പലപ്പോഴും അദ്ദേഹത്തിന് കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. ലല്ലൻ പ്രസാദ് സിംഗിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ആളാണ്. 1971 ആണ് ലല്ലൻ പ്രസാദ് സിംഗ് 6 വർഷം ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നിട്ട് റിട്ടയർ ചെയ്യായിരുന്നു. ഒരേ വകുപ്പിലേ ഇത്രയും കാലം IAS നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമാണ്. 4 തവണ ഇദ്ദേഹത്തിന് സർവീസ് നീട്ടിക്കൊടുത്തിരുന്നു അജയ് കുമാർ ഭല്ലയ്ക്ക്. 2020 ഈ കലാപം നടന്നില്ലേ ഡൽഹിയിൽ, 50 പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത, അതൊക്കെ അജയ് ഹാൻഡിൽ ചെയ്ത അദ്ദേഹമാണ്. കോവിഡ് കാലത്ത് 50 ഫോണുകൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ LED സ്ക്രീനുകൾ അവയുണ്ടായിരുന്നു. 10 മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. 12 മണിക്കൂർ സഹമന്ത്രിമാർ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആ കാലത്ത് പല സ്ഥലത്തും. അപ്പോൾ
2016 ഫോറിൻ ട്രേഡ് ഡയറക്ടർ ജനറൽ ആയിരുന്നു അദ്ദേഹം. 2015 വാണിജ്യ സെക്രട്ടറിയുമൊക്കെ ആയിരുന്നു. അത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുന്ന കാര്യമല്ല. പക്ഷെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു എന്നുള്ള നിലയ്ക്ക് പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ട് നല്ല പരിചയമുണ്ടല്ലേ? കേഡറൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹമാണ് അജയ് കുമാർ ഭല്ലയാണ്, ബിരേൻ സിംഗ് അല്ല. അപ്പോൾ മണിപ്പൂർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എല്ലായിടത്തും സംസാര വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ പോലുമുള്ള ചില ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നത് മണിപ്പൂർ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനൊന്ന് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയായിരിക്കും ഈ അജയ് കുമാർ ഭല്ല എന്ന് പറയുന്നത് അല്ലേ? അതെ. എന്നിട്ട് വേണം ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്ത മോദിക്ക് മണിപ്പൂരിലേക്കൊന്ന് പോകാൻ. അതും പറയണ്ടേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.